വിവിധ ലോകരാജ്യങ്ങളിലെ സിറിയൻ എംബസികളിൽ തഹ്രീർ അൽ ഷാം പ്രഖ്യാപിച്ച പതാക ഉയർത്തി. റഷ്യ, സൗദി അറേബ്യ, ഗ്രീസ്, ഇസ്താംബുൾ എന്നിവിടങ്ങളിലെ സിറിയൻ എംബസികളിലാണ് പുതിയ പതാക ഉയർത്തിയത്. കൂടാതെ സിറിയ സ്വതന്ത്രമായെന്ന് നയതന്ത്ര പ്രതിനിധികളും പ്രഖ്യാപിച്ചു. ഐസൻ ജോസുണ്ട്. ഐസൻ പറയൂ. രജനി, തീർച്ചയായും പുതിയ സിറിയയുടെ പതാക വിവിധ നയതന്ത്ര മന്ത്രാലയങ്ങൾ ഉയർത്തി കാണിച്ചത് ഇതിലേറെ പ്രാധാന്യം അർഹിക്കുന്നത് റഷ്യയിലെ നയതന്ത്ര പതാക തന്നെയാണ്. നയതന്ത്ര പതാക ഉയർത്തിയ സംഭവം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ബഷാർ അൽ അസദ് അങ്ങോട്ട് രാഷ്ട്രീയ അഭയം തേടിയെത്തുകയും ഇന്ന് രാഷ്ട്രീയ ചെയ്ത ആ വേളയിൽ തന്നെയാണ് മോസ്കോയിലെ നയതന്ത്ര കാര്യാലയത്തിലും ഇത്തരത്തിൽ പുതിയ വിമത വിഭാഗമായ ഹയാത്ത് തഹ്രീർ അൽ മുന്നോട്ട് വെച്ച പുതിയ പതാക ഉയർത്തുകയും അത് കൃത്യമായി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്താംബൂളിലും സൗദി അറേബ്യയിലും അത്തരത്തിൽ രാജ്യങ്ങളിലുമെല്ലാം തന്നെ സമാനമായ പതാക എംബസികളിൽ ഉയർത്തുകയും ചെയ്തു. അതാത് എംബസികളിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അസദിന്റെ ഭരണകൂടം ഇല്ലാതായതിനു ശേഷം സിറിയ സ്വതന്ത്രയായി എന്ന കൃത്യമായ നിലപാട് നയതന്ത്ര പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തു. ഇത് പ്രാദേശികമായും അറിയിക്കുന്ന ഒരു നീക്കം കൂടിയുണ്ട്. അത്തരം നീക്കങ്ങൾ കൂടി നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ നിലപാട് ഈ രാജ്യങ്ങളുടെ നിലപാടായി, ഔദ്യോഗികമായ നിലപാടായി മറ്റു രാജ്യങ്ങൾ അത് അംഗീകരിക്കുകയും നിലവിലെ സർക്കാരിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 4-5 രാജ്യങ്ങളാണ് ഇത്തരത്തിലൊരു നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിലേറെ പ്രാധാന്യം അർഹിക്കുന്നത് മോസ്കോയിലെ ഈ പതാക ഉയർത്തിയ പരിപാടി തന്നെയാണ്. രജനി. ശരി ഐസൻ.